ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോപ്പ് ഹീറോ വേസ് ഡൗൺ എന്ന് പറയുന്ന ഗെയിമാണ്. ഇത് അങ്ങനെ നമുക്ക് ഇപ്പം എങ്ങനെയാണോ കളിക്കുന്നത് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചുമ്മാ കറങ്ങി നടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് വണ്ടി എടുത്ത് ഓട്ടിക്കാം. ഇത് എല്ലാവരും കളിച്ചിട്ടുണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേര് കളിച്ചിട്ടുണ്ട് എത്ര പേര് കളിച്ചിട്ടില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത് ഇപ്പോഴാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ്. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എനിക്ക് നല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട ഗൈസ്. നിങ്ങൾ ലൈക്ക് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിപ്പം വെപ്പൺസ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ മണി കണ്ടല്ലോ ഗൈസ്, 2 രൂപയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ഞാൻ ഒറ്റൊരു ദിവസം കൊണ്ട് റിച്ചായി മാറാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു തന്നെ അറിയണം ഗൈസ്. ഓക്കെ, കണ്ടു തന്നെ അറിയാം. മിലിറ്ററി ബേസിൽ കയറുക എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിൽ ദില്ലാതിൽ. ഓക്കെ, മിലിറ്ററി ബേസിൽ കയറണമെന്നുണ്ട് ഗൈസ്, പക്ഷെ കയറിക്കഴിഞ്ഞാൽ സീനാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്മാരെ നെറ്റടിക്ക് അടിച്ചിടാൻ പറ്റൂല, അത് വേറെ കാര്യം. അവന്മാർ 2 ജന്മം ജനിക്കണം ഇനി എന്നെ അടിച്ചിടണമെങ്കിൽ. കാരണം അങ്ങനത്തെ ഉള്ളൊരു സാധനം ഞാൻ ഇതിൽ ലോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് പിന്നെ സീനില്ല. എവിടെ ഇതാ കിടക്കുന്നു ഗൈസ് ജാക്കറ്റ്, ബുള്ളറ്റ് ഡിഫൻസർ അതാണ് ഈ ജാക്കറ്റിൻ്റെ പേര്. പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ മാസ്ക് ഒക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ മാസ്ക് ഇത് വെച്ചുകൊണ്ട് കയറിയില്ലെങ്കിൽ അമ്മമാർ എൻ്റെ മുഖം സ്കാൻ ചെയ്ത് എന്നെ ഷൂട്ട് ചെയ്ത് കളയും. ഇതും അത്യാവശ്യം ഇത് ഇട്ടാൽ പെട്ടെന്ന് ഹീലാവും ഗൈസ്, അതാണ് കുഴപ്പം. ഈ മുടിയൊന്നും നമുക്ക് വേണ്ട, മുടിയൊന്നുമില്ല. നമുക്ക് ഹെലികോപ്റ്റർ അടിച്ച് മാറ്റണോ അതോ ടാങ്ക് അടിച്ച് മാറ്റണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്കേറ്റിംഗ് ബോർഡ് ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. സ്കേറ്റിംഗ് ബോർഡ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല അല്ലേ? നമുക്ക് വെറുതെ എന്തിനാണ് ഈ സ്കേറ്റിംഗ് ബോർഡൊക്കെ എടുക്കുന്നത് അല്ലേ? ചുമ്മാ ആവശ്യമില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ് ഗൈസ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബാക്കിയുള്ള അല്ലാത്തവർ ലൈക്ക് മാത്രം ചെയ്യുക. എന്തായാലും നിങ്ങൾ ഒന്നീ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഇതിൽ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തോ വെപ്പൺ കിട്ടുമോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടുമായിരിക്കും ചിലപ്പോൾ പൈസ കിട്ടും. ബോംബ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ബോംബ് കിട്ടിയില്ല. നമുക്ക് ഇനി മിലിറ്ററി ബേസിലോട്ട് കയറണം. അതിന് നമുക്ക് ഈ ബൈക്ക് ആവശ്യമായിട്ട് വരും. അപ്പം ബൈക്ക് നമ്മളിങ്ങനെ അവിടെ ഞാനൊരു ട്രാപ്പ് വെച്ചിരുന്നു, അതിലവൻ വീഴുന്നു കേട്ടാ. ഞാൻ വീഴൂലെന്നാണ് വിചാരിച്ചത്, വീഴുന്നു. പക്ഷേ എൻ്റെ ഈ ഫോണിൽ ഫ്രീ ഫയർ കളിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ലാഗാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടാത്തത്, മനസ്സിലായില്ലേ? ഫ്രീ ഫയറിന് ഞാൻ ഉടനെ വരുന്നുണ്ട്, അത് ഞാൻ നോക്കട്ടെ ഗൈസ്. ലാഗ് ഉണ്ടെങ്കിൽ ഞാൻ കളിക്കില്ല, ഇല്ലെങ്കിൽ ഞാൻ കളിക്കും. ഇതാണ് നമ്മുടെ മിലിറ്ററി ബേസ്. ഇവിടെ കയറിയ ഗൈസ് 1 ലെവൽ സ്റ്റാർ വീഴും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കയറാം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് അവന്മാർ ദൂരെ നിൽക്കണം, അവന്മാരെ ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കണമുണ്ട്. ആ ഗണ്ണ് വെറുതെ കൈവച്ചിരിക്കണമല്ല, നമ്മൾ അകത്തോട്ട് കയറിയാൽ നമ്മൾ അടിച്ചിടും. ഓക്കെ, നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ അകത്തോട്ട് കയറുന്നത് ശരിയല്ല. ബ്ലഡ് പ്രൂഫ് ജാക്കറ്റ് സെറ്റപ്പ് തന്നെ. അപ്പം നമുക്ക് ഇപ്പം നോക്കട്ടെ, ഞാൻ നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. നമുക്കെന്തായാലും കയറി കളയാം. ആണല്ലേ ഗൈസ്, ഞാൻ പറഞ്ഞ എന്താ ഗൈസ്, 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ ഗൈസ്. ഇപ്പം ഹെലികോപ്റ്ററും തേങ്ങയായിട്ട് വരും ഓരോരുത്തന്മാർ. അമ്മമാരൊക്കെ കൊണ്ട് വലിയ ശല്യമാണ് ഗൈസ്, സത്യം പറഞ്ഞാൽ. അതുകൊണ്ടല്ലോ നമ്മളെ കയ്യിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇരിക്കും, നമ്മളെ കയ്യിൽ ഇത്രയും വെപ്പൺസ് ഉണ്ട്. കണ്ടില്ലേ, ഷോട്ട് ഗണ്ണ് ഇല്ലാത്ത സാധനങ്ങൾ. അമ്മമാരെ ഡാൻസ് കളിപ്പിക്കാനുള്ളൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊക്കെ കുറെ കൊടുക്കും. എന്നാ പിടിച്ചോ. ഇതുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. അമ്മമാർ ഡാൻസ് കളിക്കും, നമ്മൾ കളിക്കൂല, അമ്മമാർ കളിക്കും.
പോലീസുകാർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? പോലീസ് വന്നാൽ തീർന്നു കൈ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. എമാരെ ഒറ്റ അടിക്ക് അടിച്ചിടുമെന്ന് വെച്ചാൽ എത്ര പേരുണ്ടെന്നറിയാതെ അടിച്ചിട്ടാലേ ചിലപ്പോൾ പണിയാവും. ഒരുത്തനെ കൊന്നു. ഓക്കെ, അത് സമാധാനമാണ്. ഓ, എന്നൊരു കോൾ ചെയ്യുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. നമുക്ക് വേറൊരു ദിവസം മിലിറ്ററി ബേസിൻ്റെ വീഡിയോ ഇടാം. എന്നൊരാൾ വിളിക്കുന്നു ഗൈസ്. ഓ, സീന്. നമ്മൾ ഈ മിഷൻസിന് പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് പുതിയ വെപ്പൺസ് എടുത്തിട്ട് അവന്മാരെ നേരിടാം ഗൈസ്. അല്ലാതെ നേരിട്ടാൽ ചിലപ്പോൾ പണിയാവും. ഷോർട്ട് ഗൺ വേണ്ട. മാറിയില്ലടേ, വഴി കയറി അങ്ങ് നിൽക്കുകയാണ്. ഗൈസ് ഉണ്ട തീർന്നു. എൻ്റെ ആവശ്യം പോലും വേണ്ടി വന്നില്ല. എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഇതാ വരുന്നു എൻ്റെ അമ്മ. നമ്മളെന്തിനു പേടിക്കണം? നമ്മളതിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇരിക്കുകയില്ലേ? മണ്ടം തന്നെ. അവനെ ഞാൻ ഇന്ന് റെഡിയാക്കും. ചവിട്ടാൻ പറ്റും. ചവിട്ടി. ഇവ എന്തിനു കാണിക്കണ? എന്തോ പറ്റി കേട്ടോ. തീർത്ത് ഗൈസ്, ഒന്നും നോക്കിയില്ല. അപ്പോൾ പൈസ നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയുക. റിവെഞ്ച് എടുക്കാനും ഞാൻ ഇതാണ് ഇതിലെ പ്രശ്നം ഗൈസ്. ഒരാളെ നമ്മൾ ചവിട്ടിയാൽ മതി, അപ്പം 1 സ്റ്റാർ വാണ്ടർ ലെവൽ വീഴും ഗൈസ്. ഇനിയിപ്പോൾ പയ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യും? പോലീസിൻ്റെ വായിലേക്ക് ചെന്നിട്ടുണ്ട്. വെപ്പൺസ് എടുക്കാന്ന് വെച്ചാൽ ഷോർട്ട് ഗൺ എടുക്കാൻ ഗൈസ്. പയ്യന്മാരെയൊക്കെ ഷോർട്ട് ഗൺ വെച്ച് പോടാ. എണീറ്റ് വാടാ. അടിച്ച അവൻ്റെ. ഇനി നമുക്ക് കുറച്ച് കളികളുണ്ട്. ഞാൻ മിലിറ്ററി ബേസിലോട്ടൊന്ന് പോകണം. അതിന് നമുക്കൊരു വണ്ടി വേണം. അപ്പം വണ്ടി നമ്മൾ എടുക്കട്ടെ. വണ്ടി ഇതെടുക്കാം. പാട്ടൊന്നും വേണ്ട, പാട്ട് ഓഫ് ചെയ്യടേ. പാട്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. പാട്ടിട്ടാലും പ്രശ്നമാണ്. പാട്ട് ഞാൻ ഇങ്ങനെ ഇടാറില്ല. മിലിറ്ററി ബേസിൽ നമ്മൾ ആദ്യം മാപ്പിലത് മാർക്ക് ചെയ്യണം. മിലിറ്ററി ബേസ് എവിടെ? ഇതാണ് മിലിറ്ററി ബേസ്. ഇവിടെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ അടുത്തടുത്ത് നല്ല കണ്ടൻസുള്ള വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. മിലിറ്ററി ബേസിലോട്ടാണ് കയറുന്നത്. ഇനി എന്തൊക്കെ ആവുമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ടാങ്ക് എടുക്കുമ്പോൾ ഹെലികോപ്റ്റർ വരും, ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ ടാങ്ക് വരും. അതാണ് ഇവിടെ ഉള്ള രീതി, മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം തിരിച്ചാണ് ഗൈസ്. എനിക്ക് ഇവിടെയല്ല. ഗൈസ്, ഈ ഐഫിൽ ടവർ, ഈ മുമ്പേ കാണുന്ന ഐഫിൽ ടവർ ഞാൻ വാങ്ങിയതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ സ്വന്തമാണ്. എനിക്ക് അവിടോട്ട് പോവാം, എപ്പോൾ വേണോ വരാം. ഇവിടെ ഇതെൻ്റെ വീടാണ്. അല്ല, ഈ വീടല്ല, ഈ സ്കൂൾ ഞാൻ വാങ്ങിയതാണ്. കാണിച്ചു തരാം. കണ്ടാ, ഇനിയിപ്പോൾ ഞാൻ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻകം
ഇനി എനിക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഒരു വേണ്ട, ഈ ഐഫിൽ ടവർ ഞാൻ വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മിലിറ്ററി ബേസിൻ്റെ അങ്ങോട്ട് പോവാം. മിലിറ്ററി ബേസിലാണ് ഇനി ബാക്കി കളി. ഇതെന്ത്, ഇനി മിലിറ്ററി ബേസിലാണ് ഗൈസ് കളി. ഇനി നമ്മൾ പൊളിച്ചെടുക്കും. മിലിറ്ററി ബേസ് അവിടെ ഗൈസ്. അയ്യോ അയ്യോ ഗൈസ്, മണ്ടത്തനം കാണിച്ചല്ലോ. നമ്മൾ മിലിറ്ററി ബേസിൽ പോയാൽ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന വഴി മറന്നു ഗൈസ്. എന്ത് ചെയ്യുമെന്ന് പറയാം. അടിപൊളി കോമഡി. എനിക്ക് നീന്താനൊക്കെ അറിയാം കേട്ടാ ഗൈസ്, നീന്താനൊക്കെ പറ്റും. അത് വേറെ കാര്യം. ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് മിലിറ്ററി ബേസിൻ്റെ വീഡിയോ ഇടാം ഗൈസ്. ഇപ്പോൾ ഇട്ടാൽ ശരിയാവില്ല. ഇപ്പോൾ ഇട്ടാൽ എൻ്റെ കയ്യിൽ വെപ്പൺസും കുറവാണ്. വെപ്പൺസ് ഇല്ലാതെ അമ്മമാരുടെ അടുത്ത് കയറി അമ്മമാർ സീൻ ഉണ്ടാക്കും. അല്ലേ ഗൈസ്, ഒരുപാട് മീനൊക്കെ ഉണ്ടല്ലേ. ഓ കിണ്ണം, അടിപൊളി. ഓക്കെ. ഓ ഒരുപാട് മീൻ കുട്ടന്മാർ അതുകൊണ്ട് ഒരുപാട് മീനുണ്ട് ഗൈസ് ഉള്ളത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ ചെറിയ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അടുത്തടുത്ത നല്ല വീഡിയോസിനുള്ള മോട്ടിവേഷൻ. ബൈ ഗൈസ്.